ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ അമ്മയുടെ വീട് വരെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് വേണം നമുക്ക് അമ്മമ്മയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ സ്കൂളിലോട്ട് പോവുകയാണ് അവരെ വിളിക്കാൻ വേണ്ടി. നമ്മൾ വരുന്ന കാര്യമൊന്നും അവരറിഞ്ഞിട്ടില്ല, നമ്മൾ പറഞ്ഞിട്ടുമില്ല. രാവിലെ പോയേക്കും അവർക്ക് എക്സാം ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഉച്ച വരെയുള്ള ക്ലാസ്. അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അതിനിപ്പോൾ അവരെ ഞാനാണ് പോയി വിളിക്കുന്നത്. ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. രണ്ടെണ്ണം കൂടെ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി അവരെ വിളിച്ച് നമ്മൾ നേരെ നമ്മളെ മമ്മിയുടെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ മമ്മിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര സന്തോഷമാണ് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞത്. കാരണം കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലവും പിന്നെ ആട്ടുംകുട്ടി, പശു, കോഴി അങ്ങനെയുള്ള എല്ലാ സ്ഥലമുള്ളത്. അത് ഏറ്റവും ഉപരി പിന്നെ കളിക്കാൻ ഇങ്ങനെ ചാടി നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുള്ളതെന്നുള്ളതാണ്. അവർക്ക് എന്തോ വേണമെങ്കിലും കാണിക്കാം. അവിടെ കിടന്നുകൊണ്ട് എന്ത് ചാടണോ ഓടണോ എന്തോ വേണമെങ്കിലും കാണിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോൾ അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിയാണെങ്കിൽ വിശേഷമൊക്കെ ചോദിക്കുകയാണ്. കുഞ്ഞിനെയൊക്കെ എടുക്കുന്ന എന്നോട് വിശേഷം ചോദിക്കുന്നു. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴേ അവരൊക്കെ എസ്കേപ്പ് ആയിട്ടുണ്ട് അവിടെ നിന്ന്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, കോഴി, പശു എല്ലാം ഉണ്ട്. പിള്ളേർക്കാണെങ്കിൽ പശുവിന് പുല്ല് കൊടുക്കണോ അങ്ങനെയൊക്കെ ആണില്ലേ പശുവിന് പുല്ല് കൊടുക്കാൻ പോകുന്നത്. അവിടുന്ന് ഓലക്കാൽ പറിച്ചാണ് പശുവിന് പുല്ല് കൊടുക്കുന്നത്. അന്നിട്ട് എന്തൊക്കെ കാണിക്കാമോ അതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ അപ്പച്ചൻ. 101 വയസ്സ് വരെ ജീവിച്ച് 100ാമത്തെ ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ നല്ലോണം ആഘോഷിച്ചായിരുന്നു. മക്കളും കൊച്ചുമക്കളും മരുമക്കളും അങ്ങനെ എല്ലാവരും കൂടെ നന്നായിട്ട് ആഘോഷിച്ചായിരുന്നു. അങ്ങനെ 101 വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്യുന്ന വേറെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ മീൻകുളത്തിലേക്ക് പോവുകയാണ്. നമ്മൾ വലിയ പ്രതീക്ഷയോടൊക്കെയാണ് മീൻകുളത്തിലോട്ട് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. പിന്നെ എന്തായാലും വന്നേ അല്ലേ എന്ന് കരുതി നമുക്ക് അച്ചാച്ചൻ അറിയാവുന്ന ഒരു ചേട്ടൻ്റെ മീൻകുളമാണിത്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കുറച്ച് മീനെയൊക്കെ പിടിക്കുകയും കുറച്ച് മീൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇപ്പം നമ്മൾ പെയ്യെ അവിടെ നിന്ന് പോരുന്നു.
അങ്ങനെ ഞങ്ങൾ മീൻകുളമൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഏതെങ്കിലും ഡാൻസോ കളിക്കുന്നുണ്ട്, റീലിടാം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ മാർക്കസ് കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, മമ്മിയും വന്നില്ല, അവൻ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ മമ്മി അവനെ നോക്കി വീട്ടിൽ നിന്ന് ഇപ്പോൾ അവൻ എഴുന്നേറ്റൊക്കെ കാണും. നമ്മൾ അവരെയും കൂട്ടിയാണ് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മാച്ചനും സുജയൻ്റെയും അലനും അലീനയും അമ്മച്ചിയും എല്ലാവരും ഉണ്ട് വീട്ടിൽ. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുവാണെങ്കിൽ നമുക്കിനി ഒരാഴ്ചത്തിനുള്ള പച്ചക്കറി ഒന്നും മേടിക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അവിടുന്ന് ഒരു ഡസൻ പച്ചക്കറിയും കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ.